എല്ലാവർക്കും ആൻ്റണീസ് ടിപ്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നമ്മുടെ രാഷ്ട്രപതി ഭവൻ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപതി ഭവൻ ഒരു പ്രത്യേകതയുണ്ട്. രാഷ്ട്രത്തലവന്മാരുടെ വസതികളിൽ ഏറ്റവും വലുതാണ് കേട്ടോ നമ്മുടെ രാഷ്ട്രപതി ഭവൻ. ഞാൻ കോമ്പൗണ്ടിലേക്ക് കടന്നു. ഗേറ്റ് നമ്പർ 38 ഞാൻ കടന്നേക്കുന്നത്. നമുക്കിതിലൂടെ നടന്നു പോകാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി വാഹനങ്ങളുമായിട്ട് വരുന്നവർക്ക് ഗേറ്റ് നമ്പർ 37 എൻട്രി. നമുക്ക് ആ ദൂരെ കാണുന്ന സ്തൂപത്തിൻ്റെ അവിടെ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. ബുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈനാണ് ബുക്കിങ്. ഒരാൾക്ക് 50 രൂപ എൻട്രി ഫീസ് വരും. 60 പേര് മാത്രമാണ് ഒരു സമയത്ത് അനുവദിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ID കാർഡ് നിർബന്ധമായിട്ടും കയറുന്ന സമയത്ത് കാണിക്കണം. നമ്മളിപ്പോൾ രാഷ്ട്രപതി ഭവൻ്റെ മുൻഭാഗത്ത് ഫോർകോർട്ടിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ വെച്ചാണ് മറ്റ് രാഷ്ട്രത്തലവന്മാരെ എല്ലാവരും സ്വീകരിക്കുന്നത്. അവരുള്ളിലേക്ക് പോകുന്നത് ഈ കവാടത്തിലൂടെയാണ്. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് 5 ഏക്കറിനകത്താണ്, ബിൽഡിങ് മാത്രം. രാഷ്ട്രപതി ഭവൻ്റെ കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 330 ഏക്കറുണ്ട്. ആകെ 340 മുറികളും നമ്മുടെ രാഷ്ട്രപതി ഭവനുണ്ട്. പിന്നെ ഇതിന് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് സാൻഡ് സ്റ്റോൺ ആണ്. പിങ്ക് കളറിലുള്ളതും വെള്ള കളിലുള്ള സാൻഡ് സ്റ്റോണും പിന്നെ ബർമയിൽ നിന്നുള്ള തേക്കും ആണ് പ്രധാനമായിട്ടും ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 1931 രാഷ്ട്രപതി ഭവൻ താമസത്തിനായിട്ട് തുറന്നു കൊടുത്തത്. അന്ന് ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ആദ്യമായിട്ട് ഇവിടെ താമസിച്ചത്. നമ്മളിപ്പോൾ രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഉള്ളിൽ ചെല്ലുമ്പോൾ ഉള്ളിൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒന്നും അനുവദനീയമല്ല. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ ഫോണോ ക്യാമറയോ അല്ലെങ്കിൽ ഹെഡ്ഫോണോ അങ്ങനെയുള്ള ഇലക്ട്രോണിക് വാച്ചസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതെല്ലാം അവർ റിസപ്ഷനിൽ വാങ്ങി വയ്ക്കും. നമ്മൾ ഈ ഗേറ്റിലൂടെയാണ്, ഈ വാതിലിലൂടെയാണ് റിസപ്ഷനിലേക്ക് കയറുന്നത്. നമ്മളിപ്പോൾ രാഷ്ട്രപതി ഭവൻ്റെ റിസപ്ഷനിലാണ് നിൽക്കുന്നത്. ഇതെല്ലാവരും ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്. എല്ലാവരും ഒന്നിച്ചല്ല കൊണ്ടുപോകുന്നത്, ഗ്രൂപ്പ് തിരിച്ചാണ്. പേര് വിളിച്ച് അവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഒരു ഗൈഡൻ്റെ കൂടെയാണ് നമ്മളെ ഉള്ളിലേക്ക് വിടുന്നത്. അപ്പോൾ പേര് വിളിച്ച് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ്, മൊബൈൽ എല്ലാം നമ്മളവിടെ ഏൽപ്പിക്കണം. അതിനുശേഷം നമ്മൾ ഗൈഡിൻ്റെ കൂടെ വിടും. പിന്നെ നമുക്കിവിടെ ഒരു സ്റ്റോറും ഉണ്ട് കേട്ടോ. നമ്മുടെ രാഷ്ട്രപതി ഭവൻ്റെ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ നമുക്കിവിടെ വാങ്ങാൻ പറ്റും. ചെറിയ കപ്പുകൾ, പേന, പിന്നെ ടീഷർട്ട്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കിവിടെ നിന്ന് വാങ്ങാം. ഇതാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാള്. ഇതിൻ്റെ പേരിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് പ്രധാനമന്ത്രിമാരും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നേരെ മുമ്പിൽ കാണുന്ന ഒരു ബുദ്ധ പ്രതിമയാണ്. അത് വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഈ ദർബാർ ഹാൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രപതി ഭവൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഒരു താഴെയെ കൂടെ കാണാം. അതിന് നേരെ താഴെയായിട്ടാണ് ഈ ദർബാർ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണിത്. ഇതാണ് അശോക ഹാള്. ഇവിടെ വെച്ചിട്ടാണ് മറ്റ് രാഷ്ട്രത്തലവന്മാരെയും ഡെലിഗേറ്റ്സിനെയൊക്കെ സ്വീകരിക്കുന്നത്. മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ് ഈ റൂമിൻ്റെ പ്രധാന അട്രാക്ഷൻ. റൂമിൻ്റെ ഒത്ത നടുവിൽ റൂഫിൻ്റെ മുകളിലായിട്ട് ലെതറിൽ ചെയ്തൊരു പെയിൻറ്റിംഗ് ഉണ്ട്. വളരെ മനോഹരമാണത്. ഇതാണ് ബാങ്കറ്റ് ഹാള്. ഇവിടെ വെച്ചാണ് രാഷ്ട്രപതിയുടെ ഗസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. 104 പേർക്ക് ഒരേ സമയത്ത് ഇവിടെ ഭക്ഷണം കഴിക്കാം. ഇവിടെ ഫർണിച്ചറെല്ലാം ബർമയിൽ നിന്നുള്ള തേക്ക് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലൈവ് മ്യൂസിക്കിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. രാഷ്ട്രപതി ഭവൻ്റെ അകത്തെ സന്ദർശനം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ്. റിസപ്ഷൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോസ്, ഫോട്ടോസൊന്നും ഞാൻ ഡയറക്റ്റ് എടുത്തതല്ല. അത് സ്റ്റോക്ക് ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്തതാണ്. നമ്മൾ ആദ്യമേ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ബുദ്ധയുടെ പ്രതിമയുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചില്ല. അത് 1000 കൈകൾ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ അവിടെ ഒരു മ്യൂസിയം നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്രപതി ഭവനിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർപ്പറ്റുകളുടെയും. അതുകൂടാതെ അതിൻ്റെ താഴത്തേക്ക് വീണ്ടും ഇറങ്ങിയ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അവിടെ ഇന്ത്യയിലെ ആദിവാസികളുടെ ഉപകരണങ്ങളും ആദിവാസികളുടെ കുറച്ച് പ്രതിമകളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. അങ്ങനെ വളരെ നല്ല ഒരു സന്ദർശനമായിരുന്നു രാഷ്ട്രപതി ഭവൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായി എല്ലാവരും എൻ്റെ ചാനൽ ആൻ്റണീസ് ടിപ്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ഡൽഹി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്